നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കുറച്ച് സാരി, കുറച്ച് ചുരിദാർ സെറ്റ് കാണിക്കാം കേട്ടോ. സാരി നമ്മുടെ ഫ്ലോറൽ പ്രിൻ്റ് വരുന്ന കുബേര സിൽക്കിൻ്റെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടൈപ്പ് സാരി കണ്ടോ. ബോർഡർ നല്ല ഒലിവ് ഗ്രീൻ വരും. മേളത്തെ താഴത്തെ ബോർഡർ ഒരുപോലെ ഒരു രീതിയല്ലേ. മേളത്തെ താഴത്തെ ബോർഡർ ഒരുപോലെ. ഇതിപ്പം ബോഡിക്ക് ഒരു ചന്ദന കളർ എന്നൊക്കെ പറയല്ലേ, അങ്ങനത്തെ ഒരു ഷെയ്ഡ്. മുന്താണി വന്നിട്ട് ഇങ്ങനെ, ബ്ലൗസും ഇത് തന്നെ. ഇത് തന്നെ ബ്ലൗസും. നല്ല സാരിയാ. ഒരു എന്നാട്ടേ നല്ല സാരി കേട്ടോ. എന്നാന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ റേറ്റ് എത്ര നോക്കട്ടെ. ഒരു റേറ്റ് കിടക്കുന്നുണ്ടായിരുന്നു 1080 രൂപ. 1080 രൂപയ്ക്ക് അത്യാവശ്യം നല്ല സിൽക്ക് സാരിയാണ്. ഒരു സമയത്ത് കുബേര സിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും അതിൻ്റെ മാറിയിട്ടൊന്നും ഇല്ല. പിന്നെ പുതിയ പുതിയ ഐറ്റംസ് ഇങ്ങനെ വരുമ്പോഴത്തേനും ഒരു ചെറിയൊരു ഇത് അത്രേ ഉള്ളൂ. പീച്ച് ബോർഡർ, പിങ്ക്, ലൈറ്റ് പിങ്ക്, അതെങ്കിൽ ബേബി പിങ്ക് ബോഡി. ആ ബോർഡർ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ട്. കണ്ട അല്ലേ അല്ലേ നല്ലല്ലേ. മുന്താണി വന്നിട്ട് ഇങ്ങനെ വരും. മുന്താണി ഇത് തന്നെ വരും. ഈ മുന്താണി തന്നെ വരും ബ്ലൗസായിട്ട്. ശരിക്കും അത് പിടിച്ച് പ്ലീറ്റ്സൊക്കെ പിടിച്ചിട്ട് കുത്തി അങ്ങനെ കാണിക്കണം. ഇത് വരും ബ്ലൗസ്. ബ്ലൗസ് ഒരു 1.5 മീറ്റർ ഉണ്ട്. അതിൻ്റെ ഒരു 4 ഷെയ്ഡാണ് ടോട്ടല്. അടുത്തത് ഇത് ലാവണ്ടർ. ഇവിടെ ഒരു ബേബി പിങ്ക് ലാവണ്ടറും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ഇതാ ബോഡിക്ക് വരുന്നത്. മുന്താണിക്ക് ഡാർക്ക് ലാവണ്ടർ ഷെയ്ഡ്. റൈസിൻ്റെ ടാഗ് ഒറ്റക്കറി ചെയ്തു. അല്ലല്ലേ ഒരു റെയർ കോമ്പിനേഷൻ. നമ്മൾ എപ്പോഴും കാണുന്ന കോമ്പിനേഷൻ അനുസരിച്ച് വ്യത്യാസമുണ്ട്. ഈ ഫ്ലോറൽ പ്രിന്റും ഈ ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും എല്ലാം കൂടെ വരുമ്പോൾ ഒരു രസമല്ലേ. റേറ്റും കൂടെ നോക്കുന്നു. ഇനി കണ്ടോ പീക്കോക്ക് ബ്ലൂ. ഈ ബോഡിക്ക് ഈ ബോർഡറിൽ ഏത് കളറാണോ ആ കളറുമായിട്ട് മിക്സ്ഡ് ലൈനിങ് ആണ് ബോഡിക്ക് വരുന്നത്. ബ്ലൂ പീച്ച് വന്നപ്പോൾ പീച്ചിൻ്റെ ഒരു മിക്സ്, പീച്ചിൻ്റെ ഒരു ലൈറ്റ് അതായത് ഒരു ബേബി പിങ്കിലേക്ക് വന്നു. ഇപ്പോൾ ബ്ലൂ വന്നപ്പോൾ ബോഡിയിലേത്തേതും ഒരു ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡ് വന്നു. ഞാൻ ആ ബ്ലൗസിൻ്റെ അറ്റം താഴെ പോവാതെ കാണിക്കണമെന്ന് വിചാരിച്ച, പക്ഷേ കയ്യിൽ നിന്ന് വിട്ടുപോയി. 1080 രൂപയാണ് അത്ര ഏതാണ്ട് റേറ്റ്. അതിന് വെച്ച് നോക്കുമ്പോൾ ഒത്തിരി നല്ല സാരിയാണ്. ഒരു സിൽക്ക് സാരി ആണല്ലോ. എന്നാണേലും സിൽക്ക് സാരിയാണ്, നമുക്ക് മാനേജബിൾ ആണ്. ഇതിപ്പോൾ ഞാൻ പ്ലീറ്റ്സ് ഒന്നും കുത്താതെ ചുമ്മാ അല്ലേ, നമ്മൾ പ്ലീറ്റ്സ് ഒക്കെ കുത്തി സേഫ്റ്റി പിന്നൊക്കെ കുത്തിയിട്ട് നല്ല ഭംഗിക്ക് കൊടുത്തിട്ട് അതിന് ചേരുന്ന മാലയും കമ്മലും ഒക്കെ ഇട്ട് കഴിയുമ്പോൾ അടിപൊളിയായിരിക്കും. ഇനി ക്രിസ്മസിൻ്റെ ഒരു സാരി കാണിക്കണ്ടേ. ക്രിസ്മസ് ആപ്പിൾ സാരി. ഇതിൻ്റെ ബ്ലാക്കും ഉണ്ട്. ബ്ലാക്ക് ഞാനൊന്ന് കാണിച്ച് അതിൻ്റെ റീസ്റ്റോക്ക് വന്ന ബ്ലാക്ക് വന്നപ്പോൾ ഒത്തിരി ആവശ്യക്കാരുണ്ടായിരുന്നു, അതുകൊണ്ട് അതിൻ്റെ റീസ്റ്റോക്ക് വരുത്തിയിട്ടുണ്ട്. അതും കൂടെ കാണിക്കാം. ഇതിപ്പോൾ വൈറ്റും റെഡും ഞാൻ പറഞ്ഞിട്ട്, ഈ ബ്ലാക്ക് ആണേലും വൈറ്റ് ആണേലും നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ എടുക്കണമെന്നറിയാമോ. ക്രിസ്മസിന് ഇപ്പം തീമായിട്ടൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നല്ല ടോപ്പോ നല്ല സ്കേർട്ടോ ഒക്കെ തയ്ച്ച് കഴിഞ്ഞാൽ നല്ല എടുപ്പായിരിക്കും കേട്ടോ. നല്ല രസമല്ലേ. ജോർജറ്റാണ്, ക്രേപ്പ് ജോർജറ്റാണ്. വെറും ജോർജറ്റല്ല, ക്രേപ്പ് ജോർജറ്റാണ്. ക്രേപ്പിൻ്റെ ഭയങ്കര കൂടിയതല്ല, എന്നാലും അത്യാവശ്യം ക്രേപ്പ് ജോർജറ്റ് തന്നെയാണ്. എന്നിട്ട് ഇത് ഫുള്ള് ബോഡി എംബ്രോയ്ഡറിയാണ് ചെയ്തിരിക്കുന്നത്. ഈ ആപ്പിളിൻ്റെ ഇത്. ഇനി അതിൻ്റെ ബ്ലാക്ക് കാണിക്കാവേ. ബ്ലാക്ക് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഈ ഡീപ്പ് ബ്ലാക്ക്. ഇതിന് ബ്ലൗസ് വിത്ത് ബ്ലൗസ് വരുന്നത് ഇതിൻ്റെ തന്നെ പ്ലെയിൻ ആയിട്ടാണ്. വൈറ്റിൻ്റെ ആണ്, വൈറ്റ് പ്ലെയിൻ ആയിട്ടാണ്. നിങ്ങൾക്ക് അത് ഇഷ്ടമാണെങ്കിൽ അതില്ല, കോൺട്രാസ്റ്റ് ആണ് ഇഷ്ടമെങ്കിൽ കോൺട്രാസ്റ്റ് ഇടാം, എങ്ങനെ വേണമെങ്കിലും ഇടാം. നല്ല രസമാണ്. ബ്ലാക്ക് ആണെങ്കിലും
ഇത് തയ്ക്കാൻ ഒത്തിരി നല്ല ബ്ലൗസിൻ്റെ അവിടെ ഇപ്പോൾ ചാടി വന്നത്. ഇത് ഫുള്ള് എംബ്രോയിഡറി വർക്കാന്ന് ഓർക്കണം. ഇത്രേ കണ്ടോ, നല്ല രസമല്ലേ? അന്ന് ഒത്തിരി പേര് ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് അല്ലാതെ ഇത് തയ്ക്കാനായിട്ട് കുർത്തി തയ്ക്കാനും ചുരിദാർ സെറ്റ് തയ്ക്കാനും ഒക്കെ ചോദിച്ചവർ ധാരാളം ഉണ്ട്. ഇനി കട്ട് വർക്കിൻ്റെ ഒരു സാരി, 2-3 സാരി. ഒത്തിരി നാളായി ഞാൻ കട്ട് വർക്കൊക്കെ കാണിക്കുന്നേ ഇല്ല. എനിക്ക് എന്തോരം ആവശ്യക്കാർ, എന്തോരം കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു ഈ കട്ട് വർക്ക് സാരിക്ക് പ്രിയമായിട്ടുള്ളവർ. ഇതൊരു സെമി സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയലിൽ ഫുള്ള് കട്ട് വർക്കാണേ. കട്ട് വർക്ക് അറിയാമല്ലോ, കട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മളൊരു എന്നാ പറയുക, ഒരു സാരി ഫുള്ള് കട്ട് വർക്ക് ചെയ്യണമെങ്കിൽ 2000 എബോവ് ആകും. അത് മാത്രം ചെയ്യണമെങ്കിൽ റേറ്റ് 2000. സാരി മാത്രം ചെയ്യണമെങ്കിൽ അത് കട്ട് വർക്കിൻ്റെ എന്താ പറയുന്നത്, ആഴം വലിപ്പം ഒക്കെ അനുസരിച്ച് വ്യത്യാസപ്പെടും. അത്ര നല്ല റേറ്റാണ് കട്ട് വർക്ക് ചെയ്യുന്നത്. ഇത് എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ട് അതിങ്ങനെ നമ്മൾ കരിച്ച് കളയുന്ന പോലെ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളാണ്. ഇതിപ്പോൾ വന്നിട്ട് ഒരു ലാവണ്ടറിൻ്റെ ഒരു ഷെയ്ഡ്, അല്ലെങ്കിൽ ഗ്രേപ്പിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡ്. ഒന്നുമില്ല, മുന്താണി ഇങ്ങനെ തന്നെ, എല്ലാം ഇങ്ങനെ തന്നെ, ഫുള്ള് ഇങ്ങനെ തന്നെ. ബ്ലൗസ് വന്നു പ്ലെയിനാണ് ബ്ലൗസ് വരുന്നത്. ഇത് വരുന്നത് ആരും തെറ്റിദ്ധരിക്കരുത്, അറിയത്തില്ലാത്ത ആൾക്കാർ പറയും ഇത് കീറിയിരിക്കുന്നത്. അത് കട്ട് വർക്ക്, എംബ്രോയിഡറി വർക്ക് അങ്ങനെയൊക്കെ വരുന്നതിനെല്ലാം ഇതിൻ്റെ എൻഡ് വരുമ്പോൾ, അതായത് നമ്മുടെ അകത്തേക്ക് പോകുന്ന ഭാഗം അല്ലെ ബ്ലൗസിൻ്റെ ഭാഗത്ത് ഇവിടെ എൻഡ് വരുമ്പോൾ ഇങ്ങനെ കയറിയാണ് വരുന്നത്. അത് ഡാമേജ് അല്ല. നിങ്ങൾ ഏത് കട്ട് വർക്ക് സാരി അല്ല എംബ്രോയിഡറി ചെയ്തോ, ഇങ്ങനെ ബോഡിക്ക് ബോർഡറിന് എംബ്രോയിഡറി ചെയ്ത സാരി ഒക്കെ നോക്കിക്കോ, ഇത് ഡാമേജ് അല്ല കേട്ടോ. അറിയത്തില്ലാത്ത പണ്ടൊരു പ്രാവശ്യം അപ്പം ഞാൻ പെട്ടെന്ന് ഓർത്തേ, അന്നൊക്കെ എനിക്ക് അത്രയ്ക്കൊന്നും അറിയത്തില്ല. അതായത് ഷോപ്പൊക്കെ തുടങ്ങിയ കാലത്താണ് ഇത് കീറിയിരിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് എനിക്ക് മനസ്സിലായി ഞാൻ പൊട്ടിയായിരുന്നു. അത് ശരിക്കും അങ്ങനെ വരുന്ന കേട്ടോ. ഇപ്പം അതൊന്നുമല്ല, ഇപ്പം ഉസ്താദല്ല, കിങ്ങി. ഇന്നലെ 2 മെസ്സേജ് ഇട്ടേക്കുന്നുണ്ട്, കിങ്ങി എന്നും പറഞ്ഞു. ഞാൻ തന്നെ അവരെ പേരിട്ട് കൊടുക്കുന്നത്. നല്ല രസമല്ലേ? നല്ല സൂപ്പർ എന്നാ പറയുന്നേ, ചന്ദന കളറും ആ സാരി തന്നെ, വേറെ കളർ വന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ ഒത്തിരി കളേഴ്സ് ഉണ്ടായിരുന്നു. നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് 3 കളേഴ്സും ഉള്ളൂ. ബാക്കി ഷോപ്പിൽ പോയി. കട്ട് വർക്കിൻ്റെ ഇത് ഭംഗി ഞാൻ ഒന്നുകൂടെ കാണിക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇതിട്ടിട്ട് നല്ല ഞാൻ പറഞ്ഞിട്ട് കോൺട്രാസ്റ്റ് കളറുള്ള പേളുമാല ഇടണം. ഇപ്പം ബ്ലാക്കോ വൈറ്റോ ഡാർക്ക് മെറൂണോ അങ്ങനത്തെ ഇടുവാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും. ഈ സാരി ഉടുത്തിട്ട് ഇതേ കളർ അല്ലാതെ വേറെ കളർ, കോൺട്രാസ്റ്റ് കളർ. പേളിൻ്റെ നല്ല മുത്തിൻ്റെ, കുഞ്ഞു മുത്തിൻ്റെ ആണെങ്കിൽ 2 ലെയറൊക്കെ ഉള്ളതുണ്ടല്ലോ. അതേസമയം വലിയ മുത്തിൻ്റെ ആണെങ്കിൽ ഒറ്റ ലെയറിൻ്റെ ഒക്കെ ഉണ്ടല്ലോ. ബേബി പിങ്കിൻ്റെ ഒരു ഷെയ്ഡ്. പിന്നെ അങ്ങനെ നൂർത്ത് കാണിക്കണ്ടല്ലോ, എല്ലാം ഒരു കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബോഡിക്ക് ഫുള്ള് ബുട്ടായുണ്ട്, അതായത് കാണുന്ന ഭാഗത്ത് ഫുള്ള് ബുട്ടായുണ്ട്. ഇങ്ങനെ മൊത്തം എംബ്രോയിഡറി ആൻഡ് കട്ട് വർക്കാണ്. ഇനി ഞാൻ കുറച്ച് ചുരിദാർ സെറ്റ് കാണിക്കാം കേട്ടോ. ചുരിദാർ സെറ്റ് ഈ പറഞ്ഞ പോലെ ഇത് എൻ്റെ പെൺപിള്ളേരെടുത്ത് വെച്ചതാണ് ഷോപ്പിൽ. ഇത് ഞാനത് സെലക്റ്റീവ് ആയിട്ടില്ല, അവരുടെ ഇഷ്ടത്തിന് എടുത്ത് വെച്ചതാണ്. ഇതിപ്പോൾ വൈറ്റിൻ്റെ, ഇപ്പോൾ ക്രിസ്മസ് സീസൺ ആണല്ലോ, അപ്പോൾ വൈറ്റിന് എല്ലാവർക്കും ഭയങ്കര പ്രിയമാണല്ലോ. ഷോപ്പിലൊക്കെ ആണെങ്കിൽ ധാരാളം ആൾക്കാർ വൈറ്റ് അന്വേഷിച്ച് വരുന്നുണ്ട്. ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഓൾ ഓവർ ബോഡി വർക്ക്. താഴെ എംബ്രോയിഡറി, മുകളിലും എംബ്രോയിഡറി. ഇങ്ങനെ മറ്റേ ചിക്കൻ കറി വർക്ക് ചെയ്ത പോലെ ഫുള്ള് ഇങ്ങനെ തന്നെ വർക്കാണ്. ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ ആ വർക്ക്, ബാക്കിൽ പ്ലെയിൻ ആണ്. ഇല്ലല്ലോ, ബാക്ക് പ്ലെയിൻ ആണ്. ലൈനിങ്ങും വിത്ത് ലൈനിങ് ആണ്, ബോട്ടം വിത്ത് ലൈനിങ് ആണ് കേട്ടോ വൈറ്റ്. ഇതിൻ്റെ ലെങ്ത് ഇച്ചിരി കുറവും വിട്ട് ഇച്ചിരി കൂടുതലുമാണ്. നിങ്ങളപ്പോൾ ജോയിൻ ചെയ്ത് ഒത്തിരി പൊക്കമുള്ളവർ, ഭയങ്കര ലെങ്ത് വേണമെന്നുള്ളവർ ജോയിൻ്റ് അടിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പിന്നെ മോഡൽ ബോട്ടം തയ്ക്കണം. എന്നാ പറയുന്നത്, നമ്മുടെ ഇച്ചിരി ലൂസ് പലാസോ, ഇപ്പം ഞാനൊക്കെ ഇട്ടേക്കുന്നുണ്ട് ലൂസ് പലാസോ ബോട്ടോ, അങ്ങനത്തെ ഇച്ചിരി ലൂസായിട്ടുള്ള പലാസോ ബോട്ടോ ഇട്ടാലും മതി. അങ്ങനെ ഇടുമ്പോഴും ലെങ്ത്ത് കുറവുണ്ടെങ്കിൽ ലെങ്ത്ത് കുറവുള്ള അതൊരു മോഡലായിട്ട് ഇടുമല്ലോ, അങ്ങനെ വേണമെങ്കിലും ഇടാം. അതല്ലെങ്കിൽ ഇവിടെ ജോയിൻറ്റ് ചെയ്തേച്ചാൽ മതി. ഇച്ചിരി എക്സ്പെർട്ടായിട്ടുള്ള ഇതാണ് ഷോള് ഫുള്ള് വർക്കാണ് കേട്ടോ. ഇത്രയും നിറച്ചും വർക്കും ബോഡിയിലും എംബ്രോയിഡറി വർക്കും ഇതും എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ റേറ്റ് താരതമ്യേന റേറ്റ് എത്രയാണ്,
ഞാനിത് ഈ സാരി കണ്ടപ്പോൾ ഞാനിങ്ങനെ ഓർത്തായിരുന്നു, അത്രയും ബാക്കി ആ റേറ്റേ ഉള്ളല്ലോ എന്ന് ഞാൻ ചിന്തിച്ചായിരുന്നു. ഇനി നൂറത്ത് കാണിക്കണ്ടല്ലോ, ഇവിടുത്തെ കളർ മാത്രമേ ഉള്ളൂ വ്യത്യാസപ്പെടുന്നത്. ആദ്യത്തേത് ഒരു പിങ്ക് ഷെയ്ഡായിരുന്നു, ഇതിപ്പോൾ ഒരു ലാവണ്ടർ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്, വയലറ്റിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡ്. ബാക്കി എല്ലാം സെയിം, ഇവിടുത്തെ ഒരു വർക്ക് മാത്രമേ മാറുന്നുള്ളൂ, ബാക്കി ഒന്നും മാറുന്നില്ല. അടുത്തത് പീച്ചിൻ്റെ ഒരു ഷെയ്ഡ്. എന്താ നെക്കിന് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, നല്ല നല്ല റൗണ്ട് നെക്ക്, നല്ല നല്ല വിട്ടുള്ള റൗണ്ട് നെക്ക് ചെയ്യാം. വിട്ടല്ല, നല്ല വൈഡായിട്ട് നല്ല ഭംഗിയായിരിക്കും. നല്ല കട്ടി ഇങ്ങനെ വെട്ടി ഇറക്കി ചെയ്തിട്ട് ക്രിസ്മസിന് പള്ളിയിലൊക്കെ പോകുമ്പോൾ ഒരു നല്ല വൈറ്റും വീളുമാലയോ ഒക്കെ മുത്തുമാലയോ ഒക്കെ ഇട്ട് ഇങ്ങനെ നെക്കെ ചേർന്ന് കിടക്കുന്ന മാലയൊക്കെ ഇല്ല, ഇങ്ങനെ ചുറ്റി അങ്ങനത്തെ മാലയൊക്കെ ഇട്ട് പോവാണെങ്കിൽ അടിപൊളിയായിരിക്കും. അത് പിന്നെ ഇതെന്തോ അവരെടുത്ത് വെച്ച് കൊണ്ടുവരണ്ടാണ് കേട്ടോ. ഇതൊരു സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയലാണ്, ഇങ്ങനെ നെക്കയിൽ എംബ്രോയ്ഡറി വർക്ക് വരുന്ന ഒരെണ്ണം. ചുമ്മാ സാധാ ചുരിദാറാട്ടോ. ഇതിങ്ങനെ കണ്ടോ, ഇങ്ങനെ വരും ഷോള്. ഫോൺ വന്നപ്പോഴത്തേനും അതിലേക്ക് ശ്രദ്ധ പോയി, എന്തോ ഓർത്തു. പിന്നെ ബോട്ടം സെയിം, ഇത് കണ്ടോ, ഇത് തന്നെയാണ് ബോട്ടം, സാൻഡോൺ ബോട്ടം. ഇപ്പം ടോൺ ടു ടോൺ ആണല്ലോ, ഇപ്പോൾ ഈ കോൺട്രാസ്റ്റിൻ്റെ കാലമൊക്കെ അങ്ങ് പോയി. കോൺട്രാസ്റ്റ് ഇറങ്ങുന്നുണ്ട്, ഇല്ലെന്നല്ല, കോൺട്രാസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാർ ധാരാളം ഉണ്ട് ഇപ്പോഴും. പക്ഷേ ടോൺ ടു ടോൺ ആണ് ഒത്തിരി ഇറങ്ങുന്നത്. പിന്നെ ഇപ്പോൾ ആ കാണിച്ചതിൻ്റെ തന്നെ ഒരു പിങ്കോ പീച്ചോ ഒക്കെ ആയിട്ടുള്ളൊരു പിങ്ക് എന്ന് പറയാൻ പറ്റത്തില്ല, ബേബി പിങ്ക് എന്ന് വേണേൽ പറയാം, അല്ലെങ്കിൽ പീച്ച് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ഉചിതം. രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു സെമി സിൽക്കി ആയിട്ടുള്ള മെറ്റീരിയലാണ്. പക്ഷെ അങ്ങ് വലിയ ഇതായിട്ട് പറന്ന് നിൽക്കുന്നില്ല. ഷോളെ ഒന്ന് കുത്തി കാണിച്ചില്ലേ, അതുപോലെ ഇനി സ്കാലപ്പൊക്കെ ചെയ്തിട്ടുണ്ട്, 4 സൈഡിലും സ്കാലപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ബോഡിയും ഷോളെ ഫുള്ള് എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട്. ഫങ്ഷൻ വെയർ ആയിട്ട്, സെമി ഫങ്ഷൻ വെയർ ആയിട്ട്, അല്ലാതെ ഒക്കെ ഇടാം. ഒരു ടിഷ്യൂവിൻ്റെ ഒക്കെ ഒരു സോഫ്റ്റ് ടിഷ്യൂവിൻ്റെ മെറ്റീരിയൽ ഇല്ല, അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. ഇനി ഒരു കോട്ടൺ വിത്ത് മണിപ്പൂരി സിൽക്കിൻ്റെ ഷോളും കൂടെ വരുന്ന ഒരു കുർത്തി, അല്ല ചുരിദാർ സെറ്റ്. ഇതാണ് അതിൻ്റെ ചുമ്മാ ഫ്രണ്ടിലല്ല, ബോഡിയെ ഫുൾ ഇങ്ങനെ ഒരു വർക്ക് ഫ്രണ്ടിലേ ഉള്ളൂ, ബാക്കിലില്ല. അതെന്താണെന്ന് അറിയാം, അതവിടെ പ്രൈസ് ടാഗ് അത് കൂട്ടി ഇങ്ങനെ അടിച്ചു വെച്ചിരിക്കുക. കണ്ടോ, അപ്പോൾ നെക്ക് ഇങ്ങനെ വന്നിട്ട് നെക്കിൻ്റെ താഴത്തെ പോർഷനിൽ സെൻട്രൽ പാർട്ടിൽ മാത്രം ഇങ്ങനെ നിൽക്കും. ഇത് വരും ബോട്ടം. ഷോളാണ് അതിൻ്റെ ഹൈലൈറ്റ്, നല്ല ഷോളാണ് മണിപ്പൂരി സിൽക്കിൻ്റെ. നിങ്ങൾക്ക് ഇതിനല്ലെങ്കിൽ വേറെ പലതിനും ഇടാനും പറ്റും. ഇതിന് ഈ ഷോളും കൂടെ ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു മാച്ചിങ്, കണ്ടോ, നല്ലൊരു മാച്ചിങ് ആയിട്ട് വരും. ഇത് വന്നിട്ട് ചിക്കു ഷെയ്ഡെന്ന് പറയല്ലേ, ആ ഒരു ഷെയ്ഡാണ് ഈ ടോപ്പിന്. ഇതിൻ്റെ കളേഴ്സ് ഉണ്ടായിരുന്നു കുറേ, റെഡും ക്രീമും. എനിക്ക് ചുരിദാർ സെറ്റ് കാണിക്കാൻ ഭയങ്കര വശക്കുറവാണ്. അത് എന്ത് സംഭവമാണേലും നമ്മളത് ചെയ്ത് ശീലിച്ചാലേ നമുക്കത് ഈസി ആകത്തുള്ളൂ, ഓക്കെ ആകത്തുള്ളൂ. അതിന് ചുരിദാർ സെറ്റ് ഞാൻ കാണിക്കലേ ഇല്ലല്ലോ. എന്നോട് ഒത്തിരി പേര് കസ്റ്റമേഴ്സ് പലരും കടയിൽ വരുമ്പോൾ പറയും, ചുരിദാർ സെറ്റും കുർത്തി എന്നെ കാണിക്കാത്ത, ഇതെല്ലാം ഇടുന്ന മാത്രമാണ് കാണുന്നത്, അത് കണ്ടിട്ട് വരുന്നതാണ്. സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ഒരു കസ്റ്റമർ പറയാം, വിദ്യ ഇടുന്ന കുർത്തി കണ്ടിട്ട് മാത്രം വരുന്നത്, എന്തോ കുർത്തി കാണിക്കാത്തതെന്ന്. എനിക്ക് പുള്ളിയ ബ്ലാക്ക് ബോട്ടം തേച്ചില്ലേലും കുഴപ്പമില്ല. ബ്ലാക്ക് ബോട്ടം കയ്യിലില്ലാത്ത ഒരു മനുഷ്യർ പോലും കാണത്തില്ല. മണിപ്പൂരി സിൽക്കിൻ്റെ ബ്ലാക്ക് നല്ല സൂപ്പർ ഡ്യൂപ്പർ ഷോൾ, നല്ല ഷോൾ. അതിൻ്റെ ആ ഷോളാണ് അതിൻ്റെ ഭംഗി മുഴുവൻ കേട്ടോ. നല്ല രസമല്ലേ
ഷോൾ കാണാൻ രസമുണ്ടോ? നല്ല രസമുണ്ട്. അതിന് ഇത്ര റേറ്റൊക്കെ ഉള്ളൂ. റേറ്റ് എത്രയാണ് ഞാൻ നോക്കട്ടെ. ഇപ്പം ഞാൻ കണ്ടതാണല്ലോ ഇത്. ഞാൻ വേണ്ട. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ കളക്ഷൻസ്. അത്രയേ ഉള്ളൂ. ഞാനൊരു സ്ഥലത്ത് വരെ പോയിട്ട് ഇപ്പോൾ വൈകുന്നേരമേ നല്ല ക്ഷീണിത. എന്നാലും ഇന്ന് വീഡിയോ സ്കിപ്പാക്കണ്ടെന്ന് കരുതി വന്ന് വീഡിയോയിൽ കൂടെ എടുത്തിട്ട് വീട്ടിലേക്ക് പോയേക്കാന്നുള്ള വിചാരത്തിലാണ്. അതുകൊണ്ട് എന്തൊക്കെയോ കാണിച്ചു, എന്തൊക്കെയോ ഇതായിപ്പോയി. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ അല്ലെങ്കിൽ പുതുതായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പറ്റുമെങ്കിൽ ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്കാണ് വീഡിയോ. നമ്മുടെ ഷോപ്പ് വരുന്നത് കാഞ്ഞിരപ്പള്ളിയിലാണ്, കോട്ടയം ഡിസ്ട്രിക്റ്റ് കാഞ്ഞിരപ്പള്ളി കുരിശുങ്കലാണ്. ഇതൊക്കെ എന്നും പറയണമെന്ന് എല്ലാവരും എന്നോട് പറയും. ഞാൻ മറന്നു പോകും സത്യം പറഞ്ഞാൽ. ഈ ലൊക്കേഷൻ ചോദിച്ചാൽ തന്നെ മറുപടി എന്തോരം ഒരു ദിവസം കൊടുക്കുന്നുണ്ടെന്നറിയോ. കാഞ്ഞിരപ്പള്ളി കുരിശുങ്കലാണ്. കുരിശുങ്ക വന്നിട്ട് ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. ഇസബെല്ല ഫാഷൻ സ്റ്റോർ കടവപ്പുഴ ആർക്കേഡ്. എൻ്റെ മുഖമൊക്കെ വല്ലാണ്ടാണ് ഇരിക്കുന്നത്. ഒരുമാതിരി അപ്പടി ഡള്ള അങ്ങ് മടുത്തു. നല്ല ക്ഷീണിത. ഇന്ന് പറ്റുമെങ്കിൽ ഒന്ന് പള്ളിയിലും കൂടെ പോയിട്ട് വേണം, വീട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ പള്ളിയിൽ പോകണം. എന്നിട്ട് വേണം ഇന്നത്തെ ദിവസം ക്ലോസ് ചെയ്യാൻ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.